വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അത്തച്ചമയം ഇൻസ്പയർഡ് സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഈ ഒരു ഇൻസ്പിറേഷനിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണം തുടങ്ങിയല്ലേ, ഫസ്റ്റ് ഓണമാണ് ഇന്ന്, അത്തം അതായത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ഓണവിപണിയിൽ വസ്ത്രവ്യാപാരികൾ തമ്മിൽ ഭയങ്കര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ട്രെൻഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ആരും ഇതുവരെ കാണാത്തതും ഓണം റിലേറ്റഡുമായിട്ടുള്ള നല്ല നല്ല മോട്ടീവ്സ് ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഓണസദ്യ, ഓണ ഇലയിലെ സദ്യ വിളമ്പിയിട്ടുണ്ട്. അത് കൂടാതെ ഇതെല്ലാം മുന്തണിയിൽ വരുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതുവരെ കണ്ട ഓണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓണവിപണി കാണുന്നത് ഇപ്രാവശ്യത്തെ ഓണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും വസ്ത്രവ്യാപാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ഒരുപാടുണ്ട്, എന്നാലും ഞാൻ കൂടുതൽ ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. അപ്പോൾ ഈ ഓണ ഇലയിൽ വിളമ്പുന്ന ഇഞ്ചിപ്പുളി, കിച്ചടി, പച്ചടി, അച്ചാർ, പഴം, പപ്പടം, പായസം, സാമ്പാർ എന്നിവ വേണ്ട എല്ലാ വിഭവങ്ങളും ഇലയിലല്ലാതെയും ഒക്കെ സാരിയുടെ മുന്താണിയിൽ വന്നു തുടങ്ങി. മാത്രമല്ല അത്തം, ചിത്തിര, ചോതി ഇതെല്ലാം മോട്ടിഫായിട്ട് നമ്മുടെ സാരിയിലൊക്കെ വന്നു തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ പൂക്കളിലായാലും നമ്മുടെ മുല്ലപ്പൂവും ജമന്തിപ്പൂവും വാടാമല്ലിയും എല്ലാ തരത്തിലുള്ള പൂക്കൾ വിധത്തിലും തരത്തിലും ഒക്കെ മോട്ടിഫായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് പുതിയതായിട്ട് ഇറക്കുക എന്നാണ് ഓരോ വ്യാപാരികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണം തീരുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഔട്ടായി എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോരോ വ്യാപാരികളും അവരുടേതായ പുതിയ ട്രെൻഡ് ഇങ്ങനെ ഇറക്കിയിട്ട്. ഈ സ്റ്റോക്കൊക്കെ തീർന്നു ഇതൊക്കെ എവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചിലപ്പോൾ സത്യമായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ട്രിക്കായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് മോട്ടീവ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തരത്തിലും വിധത്തിലും നമ്മൾ കാണാത്തത് താമരപ്പൂവ്, വാടാമല്ലി, പിന്നെ പറന്നു പോണ തുമ്പീനെ വരെ പിടിച്ച് പ്രിൻ്റാക്കിയിട്ടുണ്ട്. അതും പ്രിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഡിജിറ്റൽ പ്രിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റിങ്, പിന്നെ ബ്ലോക്ക് പ്രിൻറ്റിങ് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രിൻറ്റിങ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിധത്തിലും തരത്തിലും ഒക്കെ എല്ലാവരും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഡിഫറെൻ്റായിട്ട് എന്താ ചെയ്യുക എന്നുള്ളത്. ഏതായാലും ഞാനൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തിട്ട് ഒരു AI ക്രിയേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ തൃപ്പൂണിത്തുറ അത്തച്ചമയം, ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത്തച്ചമയം കണ്ടപ്പോൾ അതിൽ പുലിക്കളി കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതുവരെ ആരും പുലിക്കളി ഇറക്കിയിട്ടില്ലേ എന്നൊരു സംശയം. കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ടെക്സ്റ്റൈൽസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ പുലിക്കളി എന്താ ആരും ഇറക്കാത്തത് എന്നുള്ളത്. അതും അത്തച്ചമയത്തിൽ ഓണം റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ ഞാൻ വെച്ചു ഞാനൊന്ന് പുലിക്കളി ഇറക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് AI ക്രിയേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ജസ്റ്റ് ഷെയറിങ് വിത്ത് യു, അത്രയേ ഉള്ളൂ. പുലിക്കളിയും അതിൻ്റെ ഒപ്പം വരുന്ന ആ ഒരു ചെണ്ടമേളവും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ക്രിയേറ്റിവിറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓണത്തിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഏതായാലും ഞാൻ ഈ AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി സാരിയിൽ മുന്താണിയിൽ വരുന്ന പുലിക്കളി ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്തായാലും ഇനി മാവേലി സമയം തെറ്റി നേരത്തെ വരാതിരുന്നാൽ നല്ലത്. എന്താണെന്നറിയോ, മാവേലീനെയും കൂടെ പിടിച്ച് സ്റ്റാമ്പാക്കി സാരിയുടെ മുന്താണിയിലെത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളമായിട്ടുണ്ട് ഇപ്പോൾ പുതിയ തരത്തിൽ വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഓണത്തിന് എന്തിറക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഭയങ്കര തലപുകച്ചിൽ തന്നെയല്ലേ ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഏത് പ്രൊഫഷണലായാലും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ യുണീക്കായിട്ട് ഇറക്കുക, ഡിഫറെൻ്റായിട്ട്, അതായത് കസ്റ്റമേഴ്സിനെ നമ്മൾ മുൾമുനയിൽ നിർത്തണം. വേറെ എവിടെയും കിട്ടാത്ത സാധനമാണ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഇതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ളൊരു ഫാക്ടറാണ് ശരിക്കും ഈ ബിസിനസ്സുകാരുടെ. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ, പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് ഡിഫറെൻ്റായിട്ടും യുണീക്കായിട്ടും എന്തെങ്കിലുമൊക്കെ നമ്മുടെ തല വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ മൈൻഡിൽ വന്ന ഒരു ചെറിയ ഒരു ടോപ്പിക് ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സാരി ഞാനിവിടെ കാണിച്ചു തരാം, കണ്ടോളൂ. ബൈ ഇന്നലെയും ഞാൻ കണ്ടു ഒരു പുതിയ തരം പ്രിൻറ്റ്. പെറ്റ്സിനോട് താല്പര്യമുള്ളവർക്ക് പെറ്റ്സ് ബോർഡർ എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടി നായ്ക്കുട്ടികളെയൊക്കെ വെച്ചിട്ട് നല്ല ബോർഡറൊക്കെ വെച്ചിട്ട് പെറ്റ്സ് മോം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അമ്മയും നായ്ക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ബോർഡർ. അപ്പോൾ അതുവരെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്താണ് എത്താത്തതെന്ന് എനിക്കറിയാം. ഇനി എന്താണ് ഇനി എത്താനുള്ളത് ബാക്കി എന്നുള്ളത് എനിക്കറിയില്ല. ആനപ്പട്ടം, പിന്നെ നമ്മുടെ ആറന്മുള കണ്ണാടി, തോണി, വഞ്ചി, അങ്ങനെ ഒരുപാട് എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ബാക്കി എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണേ.